അവൾക്ക് സ്വന്തം കെട്ടിയവന് ചായ വെച്ച് കൊടുക്കലല്ല വരുത്, അവളുടെ അമ്മ വരുത്താണ് അവൾക്ക് വരും. Wish that I could stay in this moment forever, so I can hold you in my arm. I will carry. ഇന്നല്ലോ മമ്മീനെയും ഡാഡിനെയും ചേട്ടനെയും അനിയനെയും എല്ലാവരെയും നമ്മൾ വൈകുന്നേരം ഒന്ന് ഇവിടെ കൂടാന്ന് വിചാരിച്ചിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും. ഇപ്പം 2:30 സമയം. ഞാൻ കുക്ക് ചെയ്യാൻ പോണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബീഫ് ഞാൻ വേവിക്കാൻ വേണ്ടി പോവാണ്. ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയൊക്കെ, ഇഞ്ചി നന്നാക്കാൻ പോണുള്ളൂ. കറണ്ട് പോയതാ. അപ്പോൾ ഇഞ്ചിയും ഒക്കെ ഇട്ട് ആദ്യം ബീഫിനെ ആദ്യം വേവിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇന്ന് ചില്ലി പോർക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ പോർക്ക് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നുറുക്കിയിട്ടില്ല, നുറുക്കണം അങ്ങനെ. പിന്നെ എന്നിട്ട് മാങ്ങക്കറി ഉണ്ടാക്കണം. ഡാഡി മാങ്ങക്കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡാഡിക്ക് മാങ്ങക്കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിയന് പോർക്ക്, ചില്ലി പോർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ വലിയ ഡിമാൻഡൊന്നും ചെയ്തില്ല. ഞാൻ എല്ലാവരോടും ചോദിച്ചു എന്നിട്ട് വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യാനുള്ള പരിപാടികളാണ്. കുറച്ച് ലേറ്റായിപ്പോയി, കുക്ക് ചെയ്യാൻ തുടങ്ങാൻ ലേറ്റായിപ്പോയി. കുറേ ദിവസത്തിന് ശേഷം ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളിലായിരുന്നു. അപ്പോൾ സണ്ണേടൻ അഷ്ടമിച്ചിറ പോയേക്കാം. നമ്മുടെ ക്യാപ്സിക്കം സാധനങ്ങളൊന്നും ഇല്ല, അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വൈറ്റ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി കുക്ക് ചെയ്യാം. ഇത്ര നേരെ ക്യാമറയുടെ സെറ്റിംഗ് ഒന്ന് മാറ്റിയിട്ടേക്കാറുണ്ട് സണ്ണേടൻ. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിന് അൾട്രാ വൈഡായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ സ്ക്രീൻ. ഇപ്പം ഇച്ചിരി നേരെയായിട്ടുണ്ടാവും. അപ്പോൾ ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. കാരണം വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. ഞാനിങ്ങനെ റീൽസും ഷോർട്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്തിട്ടും കുറേ നാളായി. പിന്നെ ഞാൻ വോയിസ് ഓവറാണ് കൂടുതൽ കൊടുക്കാറ്. ഓൺ വോയിസ് ചെയ്യൽ കുറവാണ്. അപ്പോൾ ഇനി ഞാൻ വോയിസ് ഓവറിൽ നിന്ന് ഓൺ വോയിസിലേക്ക് പയ്യെ മാറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പം ഇനി ഇഞ്ചിനൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് വേഗം ബീഫിലേക്ക് ഇടാം. ഇതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി ഇത്രയാണ് ഇട്ടേക്കണത്. ഇപ്പം എന്ത് വേവിക്കുമ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഞാൻ കറിവേപ്പില ഇടാറില്ല ഇടാ. മുമ്പ് വീഡിയോയിൽ കുറേ പേര് പറഞ്ഞായിരുന്നു കറിവേപ്പില ഇടാൻ പാടില്ലാന്ന്. അപ്പോൾ അതേ പച്ചമുളകും കൂടി ഇട്ടു. അപ്പോൾ സണ്ണേട്ടന് ബീഫിൻ്റെ നെയ് കഷ്ണം വേണമെന്ന് പറഞ്ഞിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഇതിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് ഞാൻ വേവിച്ചായിരുന്നു. ജസ്റ്റ് ഉപ്പിൽ വേവിച്ചിട്ട് അങ്ങനെ ബീഫ് വേവിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുക്കറിൽ തന്നെയാണ് ഞാൻ ബീഫ് വേവിക്കണത്. അപ്പം ഇന്നിങ്ങനെ ഭയങ്കര മസാലയുള്ള ഒരു ബീഫല്ല, ഒരു എന്താ പറയുക, അധികം മസാലകളൊന്നും ഇല്ലാണ്ട് ഡ്രൈ ചെയ്ത് അങ്ങനെ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ. മമ്മിക്കൊക്കെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പം അത് കഴിയുമ്പോൾ നേരെ ഇങ്ങോട്ട് വരുമായിരിക്കും. മമ്മി എന്തായാലും നേരത്തെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മമ്മി തന്നെ കുറച്ച് പണികളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ പോർക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇനി നെക്സ്റ്റ് പരിപാടി ഞാൻ അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കട്ടെ. അപ്പോഴേക്കും ബീഫൊക്കെ വേവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ചെയ്തു, രാവിലെ അവരൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഉച്ചക്കത്തേക്ക് വരെയുള്ള ഫുഡ് ഉണ്ടാക്കി. ബാക്കി അടിക്കൽ, വാരൽ, തുണി കഴുകിയിട്ടിട്ടുണ്ട്. അത് വിരിച്ചിടലൊന്നും ചെയ്തില്ല. ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നു. ചെറിയ വീഡിയോ ആയിരുന്നു, പക്ഷേ കുറച്ച് സമയം എടുത്തു എഡിറ്റ് ചെയ്യാൻ. കുറേ നാളായി ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിനി അതിന് കാത്തു സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോ ദിവസം ലേറ്റായി പോകും. അപ്പോൾ അതാണ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ വീടിൻ്റെ കോലം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങി സ്റ്റീവും ഗ്രേസും വലിച്ചു വാരിയിട്ടതും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സകലമാന വസ്തുക്കളും നമ്മുടെ വീട്ടിലകത്തുണ്ട്. അപ്പോൾ ഇനി റൂം ക്ലീൻ ചെയ്യട്ടെ.
ഹോള് ക്ലീൻ ചെയ്യട്ടെ. അമ്മയുടെ റൂം എല്ലാം അവിടെ അടിച്ച് വാരി, ജസ്റ്റ് അടിച്ച് വാരി ഇടാനുള്ളൂ. ഒതുക്കി പറക്കി അടിച്ച് വാരി കംപ്ലീറ്റ് ചെയ്തേട്ടാ. ചേട്ടൻ എത്തിപ്പോയി, പണികൾ ആരംഭിച്ചു. മേടിച്ച സാധനങ്ങളൊക്കെ എവിടെ? എല്ലാ അടുക്കളയിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കൊണ്ടുവച്ചു. ഭദ്രത കൊണ്ടുവച്ചു. ശരിക്കും റിയലി ഉള്ള ചോദ്യം കേട്ടാതൊന്നും ഞാനിവിടെ വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോവാറുണ്ട്. എപ്പോഴും ഞാൻ തന്നെ കൊണ്ടുവയ്ക്കാറ് അടുക്കളയിൽ. ചില സമയത്ത് എന്നോട് പറയും എന്നോട് എടുത്തിട്ട് കൂടുതൽ സാധനം എനിക്ക് ഒരു കയ്യിൽ പിടിക്കാൻ പറ്റാണ്ടാവുമ്പോ ആയിക്കോട്ടെ. ശരി, എല്ലാം കിട്ടിയാ? പിന്നെ അല്ല, സണ്ണി പോയാൽ കിട്ടാത്ത സാധനങ്ങളുടെ മീൻ കിട്ടിയേ. മീൻ നമ്മൾ കടലിൽ പോയി പിടിച്ചു കൊടുക്കുന്നു അട്ടറിനെ. പിന്നെ പിന്നെ വേണ്ടേ എല്ലാം കിട്ടി. കൊച്ചിനെ എടുക്കണ്ട? കൊച്ചിനെ നീ എടുക്കണേ. എല്ലാം മോളെ അതില്ല, അത് വീട് ലാസ്റ്റ് പറഞ്ഞു രാവിലെ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചു. ഇല്ല, ഞാൻ പറയിപ്പിച്ചിട്ടില്ല കൊച്ചിനെ കൊണ്ട്. പറയിപ്പിച്ചു കൊച്ച് അല്ലെങ്കിൽ ഇല്ല, നേരെ കാണണ്ടോ? ഇല്ല, കൊച്ച് ചേട്ടനുള്ള ദിവസങ്ങളില് അപ്പവാന്ന് പറയാറുണ്ട്. കൊച്ചിനോട് ഇഷ്ടം കൊണ്ട് ഞാൻ കൊച്ചു പറഞ്ഞെനിക്കറിയാം. ഇത് കൊച്ചു അതുവരെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. പോണ്ട നേരമായി പിള്ളേരോട് ചോദിച്ചു വന്നുണ്ടോ പോവാൻ. അത് കൊച്ചില്ലാത്ത നേരത്തെ ചോദിച്ചേ. കൊച്ചോടെ കണ്ടേ? ഇല്ല, കൊച്ചി നിന്നുണ്ടായില്ലേ. അതുകൊണ്ട് കൊച്ചി ഇവിടെ വന്നിട്ട് കൊച്ചു അപ്പേനെ ഇങ്ങനെ ചേട്ടൻ മടിയിലെത്തി കുറച്ചു നേരം ഇത് കാണിച്ചില്ലേ എഡിറ്റ് ചെയ്ത സമയത്ത്. അപ്പൊ കൊച്ചു അപ്പനോട് ഇഷ്ടം കൂടി. എന്തായാലും സ്നേഹത്തിന്റെ പുറത്ത് എനിക്കൊരു നാരങ്ങ കൊണ്ടുപോയോ? നാരങ്ങില്ല, ഈ മേടിക്കാൻ പറയാൻ മറന്നു. കട്ടൻ ചായ ഇപ്പൊ ഒന്നും തരില്ല. ഞാൻ ഹോള് വൃത്തിയാക്കട്ടെ. മമ്മയൊക്കെ ഇപ്പൊ വരും, അപ്പോഴേക്കും ആകെ പൊടിയാ. എന്നിട്ട് ചായ വെച്ചാലോ പ്ലീസ് പ്ലീസ്. ഇവൾക്ക് സ്വന്തം കെട്ടിയോന് ചായ വെച്ച് കൊടുക്കലല്ല വലുത്, അവളുടെ അമ്മ വരുന്നതാണ് അവൾക്ക് വലുത്. 2 മണിക്കൂറായിട്ടില്ല ചായ വെച്ച് കൊടുത്തിട്ട്. ചേട്ടന് എല്ലാവരും വരുമ്പോ വീട് വൃത്തികേടായി കിടക്കുന്ന എല്ലാവരും പക്ഷെ എന്ത് വൃത്തികേടെന്ന് എന്നോട് പറഞ്ഞ് എന്നെ നാണം കിടന്നല്ല വലുത്. ചേട്ടൻ ഒരു ചായയാണ് വലുത്. കുറച്ച് മതിയില്ലേ പ്ലീസ് പ്ലീസ്. ഓക്കെ എന്ന് പറ, ഓക്കെ എന്ന് പറ, ഓക്കെ എന്ന് പറ. ആക്ച്വലി ഇതാണ് ഇവളുടെ ശരിക്കുള്ള വീണാട്ടോ. ഇതങ്ങ് കട്ട് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ സത്യം വെച്ച് തരാറില്ലേ? 2 മണിക്കൂർ മുമ്പ് ചായ വെച്ചാൽ ഇത് ശരിയാണോ? ഷിപ്പിക്ക് ചായ വേണം. ഞാൻ മനസ്സലിവ് തോന്നി ചേട്ടൻ വെച്ചിരുന്നു. ഞാൻ ഓർത്തില്ല ചേട്ടനോട് പറയാം. ചായ ഞാൻ ആ ഹോളടിച്ച് കയറിയിട്ട് മതിയില്ലേ പ്ലീസ്? പറ മതി. എന്തെങ്കിലും ചെയ്യോ? ഓക്കെ ആണോ? അതെ, ഹോളടിച്ച് കയറിയിട്ട് തരാട്ടാ. കിട്ടില്ല എന്ന് അർത്ഥം എനിക്കറിയാം. പ്ലീസ് ഹോളടിച്ച് കയറിയിട്ട് തരാം. ഓക്കെ പറ ചേട്ടാ, ഓക്കെ പറ. വീണാട്ടം കേട്ടാ ഞാൻ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നീ ഉണ്ടാക്കി തരുന്നത്. ഇല്ല, ഉണ്ടാക്കി തരില്ല. വീണാട്ടല്ല, പറ. എനിക്ക് വേണം. എനിക്ക് ഉറക്കം തന്നെ കൊണ്ടോ തരാം. ക്ലാസ് ഇവിടെ വൃത്തിയാക്കാന്ന് അറിയണ്ടെങ്കിൽ ഞാൻ അടിച്ചു വാരി എടുത്തപ്പോ കിട്ടിയ ഗ്ലാസ് ഞാൻ കൊണ്ടുപോകും. ഓക്കെ, അത് താഴെ വെച്ചായിരുന്നു എന്നാൽ വെള്ളം കുടിച്ചപ്പോ. ഓക്കെ, ചായ വെച്ചിട്ട് വരാം. ഇല്ല, ഞാൻ ചായ വെച്ചിട്ട് തരും. അപ്പൊ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനതിൽ അടിച്ചു വരട്ടെ, അപ്പോഴേക്കും വെള്ളം തിളയ്ക്കുള്ളൂ. മിച്ചർ വേണോ? ചായ ചായ ചായ. മിച്ചർ വേണോ? മിച്ചർ വേണോ? ഓ ആയിക്കോട്ടെ, ശരി കേട്ടെന്നാ. എനിക്ക് ഭയമില്ല, എനിക്ക് സ്നേഹമാണ്. ഒരു ഭയമില്ല. ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കി തരാറില്ലേ? പിന്നെ എന്ത് ചേട്ടനെ ഞാൻ പേടിക്കണം? എന്താ പൊള്ളിപ്പോയതല്ലേ? ഭയർക്കട്ടെ അല്ല, ഭയർക്ക് എന്തിനത് ആ ഡയലോഗ് പറഞ്ഞേ? ഭയർക്ക് നല്ലത്. ഇത് നമ്മുടെ കയ്യിലുള്ള കോഴിയല്ലേ? അല്ല, നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കോഴിയുണ്ട്. ചാരപ്പുള്ളി തന്നെ വേറൊരു കളർ വെറൈറ്റി ആണ്. പാറ്റേൺ ഒക്കെ സെയിം തന്നെ. ഇതേപോലെ
പക്ഷെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു കോഴിയുണ്ടല്ലോ. ഒരു കോഴിയില്ല, കുറെ വേണ്ട. ആ, ഇതിന്റെ കളക്ഷൻ തന്നെ ഉണ്ട്. കുറച്ച് നാളെ ഇതിന്റെ കളക്ഷൻ ആയിട്ട് ഇറക്കും. ചിലപ്പോ അതെന്തിട്ട് കോഴിയാ? ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറ. കാപ്പിരിക്കോഴി. എനിക്കറിയാം, ഞാൻ പഠിച്ചിരിക്കുന്ന കോഴീനെ കുറിച്ചൊക്കെ. മുള്ളൻ കോഴി. ഓക്കെ കേട്ടാ, അവന്റെ സമയാവാറായി, വേഗം കംപ്ലീറ്റ് ചെയ്തേ. But no matter what comes your way, I will stay right here beside you to catch you if you fall, and deep and abiding. Liking for you is all I need until my heart gives in. I'll do everything I can. അമ്മേ നല്ല ഉറക്കത്തിലാണ്. Deep and abiding, liking for you is all I need until my heart gives in. I will do everything I can for you. ഹോളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി അടുക്കള ഒന്ന് ഒതുക്കി ജസ്റ്റ് ഇട്ടിട്ട് സ്റ്റീവിനെ കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലേറ്റ് ആയി പോകും. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി സ്റ്റീവിനെ എടുക്കാൻ പോട്ടെ കേട്ടോ. Wish that I could stay in this moment forever. ഉറക്കത്തിലായിരുന്നാ? ബിങ്കോനെ കാണാൻ പോന്താ. അത് നല്ല ഉറക്കത്തില്ല. അപ്പൊ ആദ്യം ഞാനേ മാങ്ങക്കറി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ തിരുമ്മി വെച്ചിട്ട്, മാങ്ങക്കറിക്കുള്ളത് തിരുമ്മി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങാം. ഭയങ്കര ടൈറ്റ് ആണല്ലോ. ഒരിക്കലും മഴിയരുതെന്നുള്ള രീതിയിൽ കിട്ടിയേക്കെന്നാന്ന് തോന്നുന്നു. കഴിക്കാനേ പറ്റുന്നില്ലേ. Liking for you is all I need until my heart gives in. I will do everything I can for you. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മുടെ യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എളുപ്പപ്പണിക്ക് ഇങ്ങനെ എടുക്കാം. സ്റ്റീവോ, ഇങ്ങോട്ട് പോണേ, ഇങ്ങോട്ട് വരണേ, ഇങ്ങോട്ട് വരണ അടിക്കൂടെ. എന്നിട്ടത് ഇതെന്തിട്ടാ
ബെൽ പെപ്പർ, ക്യാപ്സിക്കം. പറഞ്ഞേ എന്നിട്ട് ഇത് കളറ്, ഇത് ഏത് കളർ? ഇവിടെ ഇത് ഏത് കളറ്? യെല്ലോ. ഇത് ഏത് കളറ്? ഇത് ഏത് കളറ്? ഇത് ഏത് കളറ്? ഗ്രീൻ. ഇത് ഏത് കളറ്? എന്ത് ചേട്ടാ പറയുന്നത്? ഇക്കളുണ്ടല്ലോ കൊച്ചിന്. ഇന്ന് ആരാ വരുന്ന ഇവിടേക്ക്? ഇന്ന് ആരൊക്കെ ഇങ്ങോട്ട് വരാ സ്റ്റീവിന്റെ കൂടെ കളിക്കാൻ? പറ, ആരൊക്കെ വരാ? വെള്ളം കുടിക്ക്. ഇക്കള് പോട്ടെ. ആരൊക്കെ വരാ? ചിക്ക അതേ ഇറച്ചി വേവിച്ചപ്പോ പോയതാ. ഇറച്ചിന്റെ ഇറച്ചി അഞ്ചെണ്ണോ വേണോ? ടേസ്റ്റ് ചെയ്യാൻ തരാമ്മ. ഒരു പീസാറ്റമ്മ. കൊച്ചിന് ഇഷ്ടമാണോ? അത് മല്ലിയല, ഗ്രീൻ കളർ. അതെന്തിട്ടാ? ഹെവി ഒന്നല്ലല്ലോ. പൂച്ച തിന്നോ അതോ അമ്മ തിന്നോ? ചിക്കൻ തിന്നു. ആര് തിന്ന? ഇനി വേണോ? ഇനി വേണോ? ബീഫൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറാണോ? ഗ്രേസ് തന്നെ ഉണ്ട്. സ്റ്റീവ് വേഗം പോ, വേഗം പോ, വേഗം പോ, വേഗം പോ. ഡോർ തുറക്ക്, ഡോർ തുറക്ക്. ജെയ്സ് വരും, ചേട്ട വരും, ഗ്രേസ് വരും, മഞ്ജല വരും, വരും. ചേച്ചി വേണ്ടെന്നോ? അപ്പൊ ഗ്രേസിന് എന്തൊരു ചെയ്യാ? കരാട്ടയാ? അപ്പൊ ഇനി ഫസ്റ്റ് നമുക്ക് മാങ്ങക്കറി വെക്കാനുള്ള പരിപാടി ചെയ്യാം. മീൻകറി വെക്കണ കാരണം ഞാൻ ഈ ചട്ടിയില് മാങ്ങക്കറി വെക്കണില്ല കേട്ടാ. മീൻകറി മീൻ ചട്ടിയിൽ വെക്കാന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് ഒരു മൺചട്ടി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതില് മാങ്ങക്കറി വെക്കാം. Wish that I could stay in this moment forever, so I can hold you in my arms. I will carry you on my shoulders as long as I'm able. Scare the monsters under your bed, deep in the abiding. Liking for you is all I need. Until my heart gives in, I will do it. രണ്ട് ചെറിയ സവോളയും പച്ചമുളകും ഇട്ടിട്ടാണ്. പിന്നെ നമ്മുടെ മാങ്ങ, ഉപ്പ്, മഞ്ഞപ്പൊടി, എന്താ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി. അപ്പൊ ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് കുട്ടിത്തിരുമ്മ. എന്തില്ല? ബീഫിലാണോ? ഉണ്ട്. അപ്പം കഴിച്ചാ മതി. പോതൊരു പോലെയാവും. പോത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ട്രൈ ആക്കി വെക്കാന്ന് വിചാരിച്ചു.
ബീഫ് എന്ത് ചെയ്യും? ഫ്രൈ ആക്കി വെക്കണ്ട. പക്ഷെ അതിനുള്ള എന്തിട്ട് കഷ്ണം എന്തിലിട്ട് വെക്കണം. വേറെ കഷ്ണം ഒന്നും ഇല്ല. കായ ഇവിടെ ഉള്ളത് പഴുക്കായ ഇവിടെ ഉണ്ട് ചെറുതായിട്ട്. അന്ന് മേടിച്ചിട്ടു. അപ്പൊ ഒന്ന് വറുത്തരച്ചാലോ? അപ്പൊ ചില്ലി പോർക്കും വറുത്തരച്ച ബീഫ് കറി, കറി, മീനുണ്ടല്ലോ. അങ്ങനെ കറിയുന്ന കുറച്ച് പുറക്കാം പിള്ളേർക്ക്. അല്ലെങ്കിൽ ഒരു നോക്കാൻ ചെയ്യാം. ചാറാണല്ലോ മാങ്ങ. അപ്പൊ അങ്ങനെ മാങ്ങേനെ തിരുമ്മി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇനി തേങ്ങ പൊതിച്ച് പാല് പിഴിഞ്ഞെടുക്കണം. നല്ല ഉപ്പുണ്ട്, നല്ല ഉപ്പല്ല, ആവശ്യത്തിന് ഉപ്പുണ്ട്. താഴത്ത് കളയാണ്ട് ഇതിലിട്ട് കേട്ടാ. താഴെ കളയല്ലേ. ഗുഡ് ബൈ. ഇത്ര വെള്ളം കേട്ടാ, അത്ര വെള്ളം എടുത്തിട്ട് കേട്ടാ. തട്ടരുതട്ടാ, അവിടെ ഇവിടെ തട്ടരുത്. അപ്പൊ ദേ മമ്മിയും ഇമ്മാനും എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഗ്രേസ് ചായ വെക്കാൻ വേണ്ടി വേഗം വന്നതായിരുന്നു. ഇടയ്ക്ക് അവൾക്ക് ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണുമ്പോ അവൾക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ദേ മമ്മിയും ഇമ്മാനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ദേ ചായയിലൊക്കെ ഇട്ടു. പിന്നെ ഇനി ബാക്കി പരിപാടികളൊക്കെ വേഗം തീർക്കണം. ഇനി കുറച്ച് സമയമേ ഉള്ളൂ. മമ്മി ഇനിയിപ്പോൾ കുറച്ച് എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മമ്മി ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടാ. ഞാൻ മീൻ വറ്റിക്കാന്ന് വിചാരിച്ചിട്ട് മീൻ മേടിച്ചായിരുന്നത്. അപ്പം വറ്റിക്കാൻ വറക്കാം ആ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ വറ്റിക്കണ കാര്യം ഞാനിപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. വറക്കാമെന്ന് വിചാരിച്ചു. അപ്പം മൺചട്ടിയിൽ വെച്ചാൽ മതിയായിരുന്നു മാങ്ങക്കറി. അത് കുഴപ്പമില്ല, എന്തായാലും മീൻ വറക്കാം. പിന്നെ ബീഫ് ഞാൻ ഡ്രൈ ആക്കി വെക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ വിചാരിച്ചേ. പിന്നെ അതൊക്കെ മാറി. അപ്പോൾ അതൊരു വറുത്തരച്ച സ്റ്റൈലിലേക്ക് മാറ്റാം. അങ്ങനെ പ്ലാനിങ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇത് ഞാൻ സർലാസ് ഉണ്ടാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ സവോളയും പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് കൂട്ടി തിരുമ്മി തൈരും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ തണുപ്പോട് കൂടി നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഓൾറെഡി തണുക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബാക്കി കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അധികം വെള്ളം ആ രീതിയിലില്ല, കുറച്ച് ലൈറ്റായിട്ടൊരു വെള്ളം ഒഴിക്കണുള്ളൂ. ആ ഒരു കട്ട ആ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചില്ലി പോർക്കാണ് നമ്മുടെ മെയിൻ ഐറ്റം. അപ്പം അതിനുള്ള കട്ടിങ് ആണ് ചെയ്യണത്. അപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു നീളത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. എന്നാലും മാക്സിമം ആ ഒരു നീളത്തിൽ കട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കണത്. ഞാൻ മുമ്പ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചില്ലി പോർക്ക്, എപ്പോഴല്ല ഇടയ്ക്കിടയ്ക്ക്. അപ്പം മിക്കതും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് നോർമൽ കറി വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോൾ ചെറുതായിട്ട് എൻ്റെ കൈ ഒന്നിങ്ങനെ മുറിഞ്ഞു. അപ്പോൾ ഞാൻ കട്ടിങ് അവിടെ നിർത്തി. സന്നചേട്ടൻ ബാക്കി കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചിയിലിടാൻ വേണ്ടിയിട്ടുള്ള കൂർക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈ ഞാൻ കാണിച്ചതാണ്. വിരല് നെഗൊന്ന് ഇങ്ങനെ കട്ടായി, അധികം ചോര അങ്ങനെയൊന്നും വന്നില്ല. എന്തോ ഭാഗ്യത്തിന് വലിയൊരു പ്രശ്നം പറ്റിയില്ല. പക്ഷെ നെഗൊന്നും ഇങ്ങനെ കട്ടായിരുന്നു അങ്ങനെ. അപ്പം ഞാൻ കൂർക്കാനൊക്കെ ഓൾറെഡി ക്ലീനാക്കി കൂർക്കയാണ് മേടിച്ചായിരുന്നത്. എന്നാലും അതുമ്പോൾ ചെറിയൊരു നാരും പൊടിയും അങ്ങനെ ചിലതിന് മാത്രം ഇങ്ങനെ തൊലിയൊക്കെ പോകാത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വലിയ സൈസുള്ളതൊക്കെ ഒന്ന് ചെറിയ സൈസാക്കി ഞാൻ ഇറച്ചി വേവിച്ചതിൽ കുറച്ച് വെള്ളം അതിൻ്റെ തന്നെ ആ ഒരു ഇതുണ്ടല്ലോ അത് കുറുക്കയിലേക്ക് ഒഴിച്ചു. പിന്നെ ആവശ്യമുള്ള ഉപ്പും പിന്നെ ഇട്ടിട്ട് ഒരു വിസിൽ കളഞ്ഞാൽ മതി. അപ്പോഴേക്കും നല്ല രീതിയിൽ വേവും.
അപ്പോൾ അതിന് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം തേങ്ങ, നമുക്ക് മാങ്ങക്കറിയിലേക്ക് തേങ്ങ വേണം, പിന്നെ ഇറച്ചി വറുത്തരച്ച് വെക്കണേലും തേങ്ങ വേണം. അപ്പോൾ ഞാനൊരു 3 തേങ്ങ വേഗം ഒന്ന് പൊതിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചിരവണ പരിപാടി ഇല്ല ഇപ്പോൾ, മൊത്തം ഇങ്ങനെ അടിച്ചെടുക്കുന്ന പരിപാടിയാണ് മിക്സിയുടെ ജാറിൽ. അങ്ങനെ അതൊക്കെ ചെയ്ത് ഇത് ഇറച്ചിക്കറിയിലേക്കുള്ള വറുക്കുന്നതാണ് കേട്ടോ. തേങ്ങയും പട്ട, ഗ്രാമ്പു, ഏലക്കായ, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെന്താ അങ്ങനെ കുറച്ച് കുരുമുളക് പൊടി, അങ്ങനെ ഐറ്റംസൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇറച്ചിയിലേക്ക് കൂർക്കനെയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ അരപ്പും കൂടി ഒന്ന് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് ഇനി ഒന്ന് കടുകല്ല ചെറിയുള്ളി ഒന്ന് താളിച്ച് ഇടാണ് കേട്ടോ. വച്ചൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ താളിച്ച് വെച്ച് അങ്ങനെ നമ്മുടെ ബീഫും കൂർക്കയും വറുത്തരച്ചത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ചില്ലി പോർക്ക് റെഡിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടി, അധികമല്ല കോൺഫ്ലവറാണ് കൂടുതലായിട്ട്, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെന്താ കുരുമുളക് പൊടി കുറച്ചിട്ട് ഇച്ചിരി ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ആദ്യം ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാണ്. ഞാൻ കളറോ അങ്ങനെ കാര്യങ്ങളൊന്നും ചേർക്കണില്ല. അപ്പം നോർമലി നമ്മൾ കടകളിൽ നിന്ന് മേടിക്കണതിലും എല്ലാത്തിലും കളർ ആഡഡ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, അതുണ്ടാവില്ല കേട്ടോ ചില്ലി പോർക്കിന്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നല്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കളർ ആഡിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് പോർക്ക് അവിടെ നിന്ന് ഫ്രൈ ആവട്ടെ. പിന്നെ ഞാൻ ഈ പയറുപ്പേരി റെഡിയാക്കാനുള്ളതൊക്കെ സെറ്റാക്കി അങ്ങനെ പയർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാപ്സിക്കം, സവോള, ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ചില്ലി പോർക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞതൊക്കെന്നാണ് കേട്ടോ, പച്ചമുളകൊക്കെ. അങ്ങനെ മാങ്ങക്കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കണ കാരണം മാങ്ങക്കറിനെ കുറിച്ച് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാങ്ങക്കറി തന്നെ. അപ്പോൾ ചില്ലി പോർക്ക് റെഡിയാക്കാൻ വേണ്ടി ആ ഓയിലിൽ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പിന്നെ കട്ട് ചെയ്ത് ചേർന്ന ഐറ്റംസൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് ഫിഷ് വേഗം ഫ്രൈ ചെയ്യാനുള്ള മസാല പുരട്ടി വെക്കാം. അപ്പോൾ ഇത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ അവരെല്ലാവരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വേഗം ഞാൻ കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യണതാണ് കേട്ടോ. പിന്നെന്താ, ഞാൻ വീഡിയോസ് ഇടയിൽ കുറവാണ്. ഇനി പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിച്ചോളൂ. കുറേ നാളായിട്ട് വീഡിയോസൊക്കെ ഇടാത്ത കാരണം നമ്മുടെ ചാനലിലൊക്കെ ആകെ ഡൗൺ ആയിട്ടൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ നിങ്ങൾ കമൻറ്റൊക്കെ ഇടുമ്പോൾ ഞാൻ വോയിസ് ആയിട്ട് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്ക് യൂട്യൂബ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ എന്നോട് എനിക്ക് വോയിസ് ആയിട്ട് നിങ്ങളോട് ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ കമൻറ്റ് ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണതൊക്കെ ആണെങ്കിൽ ഞാൻ വോയിസ് റിപ്ലൈ തരാം കേട്ടോ. അങ്ങനെ ചില്ലി പോർക്കിലേക്ക് ഞാൻ ചില്ലി സോസും ടൊമാറ്റോ സോസും പിന്നെ സോയ സോസൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി, പിന്നെ എരിവൊക്കെ നോക്കി കുരുമുളക് പൊടിയൊക്കെ ഇട്ടു. പിന്നെ എല്ലാ ഐറ്റംസും ഇട്ട് നമ്മുടെ ചില്ലി പോർക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ എല്ലാവരും വന്നു, എല്ലാവരും ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. പിന്നെ ഇനി കൂർക്കയും ബീഫും വെച്ചിട്ടുണ്ട് വറുത്തരച്ച്. അങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് എടുക്കാണ് കേട്ടാ. പിന്നെ ഡാഡി ഇല്ല, ഡാഡിക്ക് ചെറുതായിട്ടൊന്ന് വണ്ടിയുമൊരു ചെറിയൊരു ആക്സിഡൻറ്റ്, വലിയൊരു പ്രശ്നമില്ല കേട്ടോ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് കാലിന് വയ്യാണ്ടിരിക്കുകയാണ്, അപ്പോൾ റെസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ഡാഡി ഇല്ല. അപ്പോൾ ഡാഡിയുടെ ഒരു കുറവ് നിങ്ങൾക്ക് കാണാം. വലിയ പ്രോബ്ലം ഒന്നും ഇല്ല ഡാഡിക്ക്. കുറച്ച് നാളെ നമ്മുടെ ക്രിസ്മസിൻ്റെ ആ ടൈമിൽ പറ്റിയതാണ്. അങ്ങനെ അപ്പോൾ ഡാഡി എപ്പോഴും നമ്മുടെ പരിപാടികൾക്ക് ഡാഡി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡാഡിക്കുള്ള ഫുഡ് ഞാൻ ഒക്കെ പാക്ക് ചെയ്ത് ഡാഡിക്ക് ഞങ്ങൾ അവിടെ കൊടുത്തു. അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്കും ചെറിയതായിട്ട് വയ്യാണ്ടിരിക്കുകയാണ്. വലിയ കാര്യമായിട്ടുള്ള ഫുഡ് കഴിക്കലൊക്കെ കുറവായിപ്പോൾ. അങ്ങനെ അപ്പോൾ നമ്മുടെ കുക്കിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിക്കുകയാണ്. ഇനി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിരിയും. എൻ്റെ ഡെയിലി ലൈഫ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും.
അപ്പൊ ഞങ്ങൾ പോട്ടല്ലേ ഓക്കെ ബൈ ബൈ. അവരൊക്കെ കാണില്ലടാ ക്ലാസ് കയറ്റിട്ടാണ് ആനോ. ഡ്രാഗൺ ബേബി ടാറ്റാ. ഡ്രാഗൺ ബേബി ടാറ്റ. ഡ്രാഗൺ അല്ല, ഡൈനോസോർ ബേബി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഏത് സ്റ്റീവാ? അമ്മാമ്മ വേണേലും വിഷമത്തിലിരിക്കുന്ന സ്റ്റീവ്. ആ സൈഡ് നോക്കടി. ടാറ്റാ. അമ്മയും നിങ്ങൾ പോണതിന് വിഷമമൊന്നുമില്ല, അമ്മാമ്മ പോണതിന്റെ വിഷമം.